അപ്പൊ ഫൈനൽ ഡേ ഓഫ് വർക്കാണ് ഇന്ന്. മൂത്ത് കഴിഞ്ഞു ഓൾറെഡി. അതിന്റെ ലക്ഷണം ഇതെല്ലാം മാറ്റിയ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തില് കൂൾ ബാറിൽ പോയിരുന്ന ഐസ്ക്രീം പാർലറിൽ പോയിരുന്ന ഐസ്ക്രീം കഴിക്കലോ ചോക്കോബാർ കഴിക്കലോ പിന്നെ എന്നൊക്കെ ഇതിന്റെ പേര് അങ്ങനെയുള്ളതൊന്നുമില്ല എന്റെ അപ്പച്ചൻ മേടിച്ചു തരൂല. പക്ഷെ എനിക്ക് തന്നെ ഒരു വീടുണ്ടായി 80ക്ക് മുമ്പ് പിൻപിലുള്ള കാലഘട്ടം കേട്ടോ, സുവർണ കാലഘട്ടം. നീ ഒന്നും വീഴാണ്ടിരുന്നാ മതി. അപ്പ ഏതാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് തിരികണ്ട്. അത് മറ്റവൻ വേഗം വരാൻ പറ, മെൽറ്റ് ആവണേനും പറ. ഇതെന്റെ അപ്പയുടെ ഷർട്ട് കൊടയുടെ മുകളിലിട്ടേക്കണേ. അമ്മയുടെ കരവിരുതായിരിക്കും. അപ്പയുടെ ചായയൊക്കെ കൊണ്ട് കൊടുക്കണേ. ഇന്ന് എത്ര പേരുണ്ട്? അപ്പൊ ഫൈനൽ ഡേ ഓഫ് വർക്കാണ് ഇന്ന്. പിന്നെ വേനലൊക്കെ മൂത്ത് വരുമല്ലേ, കാഠിന്യം മൂത്ത് കഴിഞ്ഞു ഓൾറെഡി. അതിന്റെ ലക്ഷണം ഇതെല്ലാം മാറ്റിയ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു മുത്തുമാല എടുത്തിട്ട് ഇതൊന്നും ഇല്ല. രാവിലെ പകലിവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒന്ന് കഴുത്തേല് കാണും, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ഊരാത്തോണ്ട് അങ്ങനെ കിടക്കണതാ. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മുമ്പത്തെ വർഷവും ചെയ്തിട്ടുണ്ട്. ഒരു 6 സെറ്റ് പാക്ക് മേടിച്ച് തന്നിട്ട് ഞാൻ 2 ഒഴികെ ബാക്കിയെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ഉപയോഗിച്ച് കുറെ എടുക്കുമ്പോ അതൊക്കെ പൊട്ടിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞ് അവള് 2ാമത് വാങ്ങിച്ചു തന്നത് എനിക്ക്. അപ്പൊ ഇത് വെച്ച് നമ്മളൊരു നെസ്റ്റ് ഓർമ്മ. ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തില് കൂൾ ബാറിൽ പോയിരുന്ന ഐസ്ക്രീം പാർലറിൽ പോയിരുന്ന ഐസ്ക്രീം കഴിക്കലോ ചോക്കോബാർ കഴിക്കലോ പിന്നെ എന്നൊക്കെ ഇതിന്റെ പേര് അങ്ങനെയുള്ളതൊന്നുമില്ല. ആകെ കിട്ടുന്നത് ഉച്ചസമയമാകുമ്പോ സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ, ഞാൻ പഠിച്ചേക്ക സ്കൂളിന്റെ പണ്ടത്തെ കാലത്ത് അങ്ങനെയാ, സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ ബെല്ലടിച്ച് വരും ഐസ് വണ്ടി അങ്ങനെയാണ് ഞങ്ങൾ പറയണത്. പിന്നെ സ്കൂളില്ലാത്ത ശനി ഞായർ അങ്ങനെ വരില്ല. ശനിയാഴ്ച ദിവസം വീടുകളുടെ, എൻ്റെ വീട് മെയിൻ റോഡ് സൈഡിലായതുകൊണ്ട് വീടുകളുടെ പടിയിലൂടെ പോകും. പക്ഷെ എൻ്റെ അപ്പച്ചൻ മേടിച്ചു തരൂല. അപ്പച്ചൻ പറയും ചീത്ത അഴുക്ക് വെള്ളം കൊണ്ട് ഉണ്ടാക്കണം, അത് കഴിച്ചാൽ കൊള്ളൂലെന്ന്. സ്കൂളിൽ വെച്ച് അപൂർവമായിട്ട് മേടിച്ച് കഴിക്കാറുണ്ട്. അപൂർവം പൈസയൊക്കെ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചേച്ചതൊക്കെ മേടിക്കും 10 പൈസയ്ക്കുള്ള അന്ന് ഈ ബുക്കൊക്കെ മേടിക്കാൻ പൈസ തരുമ്പോൾ ബാക്കിയൊക്കെ ഇച്ചിരി വരൂലേ, അതുകൊണ്ടൊക്കെ മേടിച്ച് കഴിക്കും. പക്ഷെ എനിക്ക് തന്നെ ഒരു വീടുണ്ടായി ഐസ്. അറിയാമോ ഏതാന്ന്? അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ചാച്ചന്റെ അമ്മ കൊച്ചമ്മ അവിടെ സുരേഷ് ചാച്ചനും രാജൻ ചാച്ചനും അച്ഛനായിട്ട് ഇരുന്ന ആ ചാച്ചനും അമ്മാച്ചൻ്റെ ഒക്കെ ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ വീടിന്റെ ഞങ്ങളുടെ താഴെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ് ആട്ടോ കൊച്ചമ്മ. അവിടുത്തെ അവരുടെ അമ്മ അവർക്ക് മേടിക്കണ കൂടെ ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോന്നേ മേടിക്കും. അത് ചോറ്റുപാത്രത്തിലാണ് മേടിക്കുന്നത്, തൂക്ക് ചോറ്റുപാത്രത്തിൽ. ഐസ് വണ്ടി വരുമ്പോ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. കാരണം അവിടെ സ്ഥിരം കൊച്ചമ്മ മേടിക്കും. മേടിച്ച് വേഗം വിളിക്കും, അമ്മാച്ചനെയും എന്നെയോ വിളിക്കും. ഞങ്ങളുടെ വീട് കരട്ടും അവരുടെ നേരെ താഴെയല്ലേ. അപ്പൊ വിളിച്ച് ഞങ്ങൾ ഈ ഐസ് വണ്ടിയുടെ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം കൊച്ചമ്മ മേടിക്കുന്ന. ഏത് ഫ്ലേവറാ അത്? എടി അന്ന് അങ്ങനെ ഈ ചുവന്ന കളറൊക്കെ ഫ്ലേവറൊന്നും നോക്കൂല, കിണറ് ഏതാന്ന് വെച്ചാൽ കഴിക്കും. അപൂർവമായിട്ട് അതിന്റെ അറ്റത്ത് ചിലതില് സേമിയ ഉണ്ടാവും, ചിലതില് പ്ലെയിൻ ആയിട്ടുള്ളതാ. 10 പൈസയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ മേടിച്ചു കഴിഞ്ഞ് വെച്ച് കൊച്ചമ്മ പറഞ്ഞ വേഗമായോ അലുത്തു പോകുന്ന. ഞങ്ങളുടെ വീടുകളിലൊന്നും ഫ്രിഡ്ജില്ല. അതായത് 70s കാലഘട്ടം, 75, 76 അങ്ങനെയൊക്കെ 80ക്ക് മുമ്പ് പിൻപിലുള്ള കാലഘട്ടം കേട്ടോ, സുവർണ കാലഘട്ടം. അപ്പൊ അതുപോലെ ആഞ്ഞിലിച്ചൊക്കെ പറിക്കുമ്പോഴും കൊച്ചമ്മ ഇങ്ങനെ വിളിക്കും. അതുപോലെ പിന്നെ മേടിച്ച് തന്നെ കുഞ്ചാച്ചയുടെ പപ്പ കൂടുതൽ ഈ കൊച്ചമ്മ മേടിക്കണെന്ന് വെച്ചാൽ അവിടെ അവർക്ക് മേടിക്കും, കൊച്ചമ്മയും കഴിക്കും. അപ്പൊ വല്യപ്പച്ചനെ അറിയാം അവിടെ മേടിച്ച് കിട്ടൂന്നുള്ളത്. പക്ഷെ എന്നാലും അപ്പച്ചൻ അങ്ങനെ ചീത്ത വെള്ളാന്ന് പറഞ്ഞ് മേടിച്ച് തരൂലായിരുന്നു. അപ്പൊ ആ നൊസ്റ്റ് ഓർമ്മയൊന്ന് പുതുക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് അറിയുമോ? ചുമന്ന വെള്ളവും വയലറ്റ് വെള്ളവും ഒന്നും അല്ല, കുറച്ച് മോഡേണാ. അങ്ങനെ പറയല്ലേ, എന്ത് വേണമെങ്കിൽ പറയാല്ലേ. മാംഗോ ഫ്ലേവറിന്റെ ടാൻ അങ്ങ് കലക്കി പിന്നെ അല്ല എന്ത് വേണം. എന്നിട്ട് ബ്രോക്കൺ സേമിയ ഇവിടെ മേടിച്ചത്, അല്ല സേമിയ മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്മാവിനായിട്ട് മേടിച്ചത് കുറച്ച് റബ്ബറിട്ട് വെച്ചിരുന്നതാ. അതിന് ഞാൻ കുറച്ചെടുത്ത് ചുമ്മാ വെള്ളത്തിൽ വേവിച്ചു, ചുമ്മാ വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പൊ അതിലൊരു സ്വല്പം ഷുഗർ ചേർത്തിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചോവ വേണ്ടല്ലോ, അത് കാരണം. അപ്പൊ ഇത് നമുക്ക് ഈ ബോക്സിന്റെ അടിയിൽ ഇച്ചിരിച്ച് ഇട്ടങ്ങ് കൊടുക്കാം, എന്നിട്ട് ഇതങ്ങ് ഒഴിക്കാം. ഓ, ടാങ്കിനകത്ത് സേമിയ വെക്കുവാ അല്ലേ? ഞാൻ വിചാരിച്ചു പാലിലാന്ന്. പാലിൽ വെക്കണ്ട, പാലിൽ വെച്ചാൽ കൊള്ളൂല. നിനക്ക് അതാ പാലിൽ വെക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരെണ്ണം പാലിൽ പാലിൽ നല്ലതാ. അപ്പൊ അടിയിൽ ഇടട്ടെ എന്നാ. ഞാൻ വിചാരിച്ചു ഈ പാൽ അതിന് വേണ്ടിയാന്ന്. അല്ല, പാൽ അതിന് വേണ്ടിയുണ്ട്, പാല് കാച്ചിരിക്കുന്നതാ, അതൊന്നും വിഷയമില്ല. ഇത് ഇതിലിട്ടേച്ച് ബാക്കി ഇതിലേക്ക്. അപ്പയ്ക്ക് ഐസ് ഓർമ്മകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇങ്ങനെ
ഇങ്ങനെയുള്ള സംഗതികളൊന്നും മേടിച്ച് കഴിക്കൂല. അതൊക്കെ വൃത്തിഹീന. അപ്പൊ അതൊന്നും ഉപയോഗിക്കൂല. ഞങ്ങള് വൃത്തിഹീനൊന്നും നോക്കൂല. ഈ കളർ കാണുമ്പോഴേ ഞങ്ങൾക്ക് കൊതിയ. ഓർമ്മകളെ പിന്നല്ല, ഒരുപാട് പേർക്ക് ഈ ഓർമ്മകളുണ്ടാവും. ഒരുപാട് പേർക്കുണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഐസ്ക്രീം പാർലർ പറ്റിയല്ല ഇതാണ് കഴിക്കണത്. അതുപോലെ കൊച്ചമ്മ ഈ ഉപ്പുമാവ് തന്നെ എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. സ്കൂളിലെ ഉപ്പുമാവ് പോലെ. എന്നാന്ന് വെച്ചാൽ അവിടുത്തെ കൊച്ചപ്പൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഹൈസ്കൂൾ ഇത് ഗവൺമെന്റ് സ്കൂളിലെ. അപ്പൊ ഈ ഉപ്പുമാവിന്റെ പരിപാടി സ്കൂളിലുള്ളത് കൊണ്ട് കൊണ്ടുവരുമോടെ. അന്നേരം ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിച്ച്. ഭയങ്കര ഓർമ്മയാണ് അതൊക്കെ. ഇപ്പൊ അവരൊക്കെ മൺമറഞ്ഞു പോയിട്ട് വർഷങ്ങളായി കേട്ടോ. എന്നാലും ഞാൻ ആ മെമ്മറി ഒന്ന് അയവ് ഇറക്കിയതാ. എല്ലാത്തിലും അങ്ങ് ഇട്ട് ഫിനിഷ് ചെയ്യാം അല്ലേ. ഇത് നല്ല പോപ്സിക്കിൾസാ, നല്ലതാ. എല്ലാത്തിലും ഇത് വെച്ചേക്കണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. ശരി. ഒരെണ്ണത്തില് പാല് വെക്കായിരുന്നു. പാല് വെക്കാനുണ്ടെന്നാ അതിലേക്ക് ഇട്ടിട്ട് കണ്ടില്ലേ, പാലല്ലേ ഇവിടെ ഇരിക്കണത്. എന്നാ കുഴപ്പമില്ല. ഈ 2 പാല് വെക്കാനുണ്ടാവും. സേമിയ വെച്ചോണ്ടിരുന്ന അത് കൊള്ളൂല, അതുകൊണ്ടല്ലേ. ആ കളയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ച അമ്മ എല്ലാത്തിലും പാലാ വെക്കണേന്ന്. എനിക്ക് പാലിന്റെ ഇത് അത്ര താല്പര്യമില്ല. എനിക്ക് ഈ പണ്ടത്തെ ചുമന്ന കളറില്ല, അതുപോലെ ഐസാണ് അമ്മയ്ക്ക് ഇഷ്ടം. എനിക്ക് മിൽക്ക് ചേർത്ത് തയ്ച്ചിട്ട് താല്പര്യം. ഇത് ഒഴിക്കുമ്പോ അതിൽ വീഴുമെന്നുള്ളതാണ്. ഞാൻ ചെയ്യാം. അങ്ങനെ വേണ്ട, അത് വെക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ ഒഴിച്ചോ. ഓ, ഇങ്ങനെയൊക്കെയാണ് ഒഴിക്കണേ. അല്ലാതെ ഒഴിക്കാലോ അതിനകത്ത് വെച്ചിട്ട്. നീ ഒന്നും മിണ്ടാണ്ടിരുന്നാ മതി. ഞാൻ ഒഴിക്കണോ? ഒട്ടും വീണില്ല. ഇത്രയും പോരെ? ധാരാളം മതി. ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യുക. ചുമ്മാ വെച്ചാൽ മതി. മനസ്സിലായി. ഇത് സെറ്റ് ആയിക്കോളും ഫ്രീസറിട്ട് വെക്കുമ്പോൾ. ഞാൻ പാലിന് മധുരം ഇട്ടോ. അതെ, പാലൊഴിക്കാനുണ്ടോ? ചൂടുള്ള പാലാണോ? ചൂടുള്ള പറ്റില്ല. മധുരം നോക്കട്ടെ. ഇത് അടുത്തയിലേക്ക് പാല, പ്ലെയിൻ പാലാട്ടോ. വേണമെങ്കിൽ ബ്രൂ ഒക്കെ ആഡ് ചെയ്യാം. ബ്രൂ ഇട്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇടാം അല്ലേ? അതെ. ഒന്നും ഇട്ടിട്ടില്ല, ഇത് പ്ലെയിൻ ആയിട്ടാ. ബ്രൂ ഇട്ടത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് റീച്ച് പോയൊരു വീഡിയോയാണ്. അതിനകത്ത് ഇതേ സേമിയയും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച സേമിയ. വേവിച്ചത് വേണം, അല്ലെങ്കിൽ പിന്നെ പച്ച ഇതാവൂലേ, കടുകടും. പോരെ? ഇതിമ്പിരിക്കരുത്. എത്ര മണിക്കൂർ വേണമെന്ന് നമുക്ക് നോക്കിയേച്ച് പറയാം. ഇപ്പൊ 4:05 ആയി. 6 മണിക്കൂർ കൊണ്ടാവും. വെക്കുവാണേ. വെച്ചോ. നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പൊ ഏതാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് തിരികണ്ട്. മറ്റേ വെള്ളം വേണോണ്ടാട്ടോ ഞാൻ ഈ തുണി ഇവിടെ ഇട്ട് ആരും തന്നാതെ. അതും പറ്റില്ല. വെള്ളം വേണം. അവർക്ക് യാത വെക്കാനായിട്ട്. അപ്പൊ ഞാൻ എത്ര തുടച്ചാലും നനവ് നിൽക്കോടെ. തുടച്ച് കടന്നിട്ട് അത് നീട്ടോ. നനവേല് ചവിട്ടി പ്രശ്നമാവും. ഭയങ്കര ഗുരുതരല്ലേ. ജോർജേട്ടൻ കുളിമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വീണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പതിവില്ലാത്ത സമയത്ത് പപ്പായ എത്തണം. തിരിച്ചു വന്ന് വേർത്ത് കുളിച്ചിരിക്കുന്നു. ഇപ്പൊ എത്താനായിട്ട് പറ്റില്ല. ഞാൻ തുറക്കാം. തുറന്നു കുഴപ്പമില്ല. പാലും തുറന്നു വെച്ചോ, കുഴപ്പമില്ല. വെക്കട്ടെ. ലെവലാക്കി വെക്കണമെന്നാ പറഞ്ഞത്. ഇതായിട്ട് കോലൊക്കെ കറക്റ്റ് അല്ലേ? പിന്നെ ചെരിഞ്ഞല്ലോ ആണോ നോക്കട്ടെ കേട്ടോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ലെവലാ. ഇനി അടച്ചേക്കട്ടെ. മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ, ഇറച്ചി അല്ലെങ്കിലും കുറവല്ലേ, മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലും നിന്റെ പനീറും ഒക്കെ ഇരിക്കണം. പിന്നെ വാഷറ പാല്, വാഷറ, പനീർ, തേങ്ങയുണ്ട്. ഓക്കെ, സമയം എത്രയായി? 4:05. എപ്പോ എടുക്കൂന്ന് കാണിക്കാട്ടോ. എടുക്കുമ്പോ കാണിക്കാം നമുക്ക് സമയം. കിച്ചൺ ഈസ് ക്ലീനിങ്. അപ്പൊ നമ്മളാ കുക്കർ അടിച്ചു കേട്ടോ. ഒന്നും ക്ഷമിക്കുക. പയറ് കഴിക്കാൻ വെച്ചേക്കണം കേട്ടോ, പിണ്ടിക്ക് ഇടാനായിട്ട്. നമ്മൾ ഇന്നലെ വൈകിട്ടല്ല, ഇന്നലെ എപ്പോഴാ സമയം? 4 മണിക്കോ? 4 മണിക്ക് തയ്യാറാക്കി. പിന്നെ രാവിലെ എടുത്തില്ലെന്നുള്ളൂ, റെഡിയാക്കി വെച്ച ഐസ് ഫ്രൂട്ട് അല്ലേ.
അത് 2 എടുത്ത് വെള്ളത്തിൽ വെക്കണോ? വെക്കാം. പാലിന്റെ വെച്ചോ, പാലിന്റെ. അത് തന്നെ. ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ വെക്കാൻ പറ്റില്ല, കപ്പെടുക്കാം. ഇതില് ഇറങ്ങിയിരിക്കുമല്ലോ. ഒരെണ്ണം പാലിന്റെ. ഞാൻ നല്ലവരെ വിടുവോന്ന് നോക്കിയതാ നീ. ഒരെണ്ണം ഇത് ഇച്ചിരി നേരം വെച്ചാൽ മതി. ഇത് അത്തേക്ക് വെക്കട്ടെ. അത് വെച്ചോ. എടുത്തോ. അങ്ങനെ കാണിച്ചാൽ അത് ഊരി പോരും കേട്ടോ. എങ്ങനെ എടുക്കണേ? വലിച്ചാ മതി. പേടിയാ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിച്ചോ. ആയിട്ടില്ല. അങ്ങനെയൊന്നും കാണിക്കണ്ട, കുലിക്കണ്ട. അങ്ങനെ അങ്ങ് വലിച്ചോ. എടി അങ്ങനെ ചുമ്മാ വലിച്ചാൽ അത് പണ്ടത്തെ പോലെ ഒരെണ്ണം ഞാൻ നശിപ്പിച്ചില്ല, അതുപോലെ പോയാ പ്രശ്നമാ. വലിച്ചോ എന്ന് പറഞ്ഞു. അമ്പോ കിട്ടിയില്ല. വേഗം എടുത്തോ. അതെ അടിയിൽ മെൽറ്റായി തുടങ്ങി. എനിക്ക് മിൽക്ക് മതി. മെൽറ്റാവാതെ കഴിക്കാൻ. ഇങ്ങനെ പൊക്കി കാണിച്ച് 2 മിനിറ്റ് പിടിച്ച് കാണിക്കാം. അപ്പയ്ക്ക് വന്നാൽ ഇത് അപ്പയ്ക്ക് കൊടുക്കാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വേഗം വരാൻ പറ, മെൽറ്റ് ആവണേനും. അങ്ങനെ തന്നെ. അടിപൊളി. അമ്മ ഏതാ കഴിക്കണേ? ഞാനിപ്പോ ഇല്ല, ഭയങ്കര തണുപ്പും. എനിക്കിപ്പോ വേണ്ട. ഇവിടെ വെക്കാം. വേഗം അത് കഴിച്ചു വന്നിട്ട് കൊണ്ടുപോയി. അപ്പനെ വിളിക്ക് വേഗം. വലിയ കുഴപ്പമില്ല. തേങ്ങ സേമിയ ഇട്ടിട്ടുണ്ട്. മഴക്കാലായതുകൊണ്ട് അമ്മയുടെ ഐഡിയ. അമ്മക്ക് പിന്നെ പണ്ടത്തെ ഐസ് ഫ്രൂട്ട് കഴിച്ചിരുന്ന എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ കഴിക്കുക കേട്ടോ. നല്ല രുചിയുണ്ട്. ആവശ്യത്തിന് മധുരം. ഞാൻ ഫോട്ടോ എടുക്കണ കാരണം ഇച്ചിരി നേരം വൈകി വരാൻ, അതുകൊണ്ട് ഇച്ചിരി ലൂസായി തുടങ്ങി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ഉടനെ കഴിക്കണം. നല്ല രസമാണ്. പാലിൽ ലേശം മധുരം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അറ്റത്ത് സേമിയ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. പണ്ടത്തെ ഐസ് ഫ്രൂട്ട് വണ്ടികളൊക്കെ എല്ലാവർക്കും ഓർമ്മ വന്നോ? അമ്മക്ക് ഭയങ്കര മെമ്മറിയാന്നാ പറഞ്ഞത്. എനിക്ക് ഐസ്ക്രീമിനേക്കാളും വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടം ഇതാ. നല്ല രുചിയാ. എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കട്ടെ. ഇത് പാലിൽ വെറുതെ പഞ്ചസാര ഇട്ടിട്ട് ഐസാക്കാൻ വെച്ചതാ. ബ്രൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ബ്രൂ ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാട്ടോ കഴിക്കാനായിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമ്പോഴേ ഇതുപോലെ പോപ്സിക്കിൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് മോൾഡ് ഉണ്ടെങ്കിലും ചെയ്യാന്നാണ് എനിക്ക് തോന്നണേ. എനിക്ക് ചില്ലി ഗ്ലാസ്സിൽ പറ്റുമല്ലോ. ചിലപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകും. ഈ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്പോസിബിളിൽ വെക്കായിരിക്കും. എനിക്ക് ഡിസ്പോസിബിളിൽ വെച്ചാ ഫ്രീസറിൽ വെക്കുമ്പോ പേപ്പർ അല്ലേ ഇതായിപ്പോ. സ്റ്റീൽ ഗ്ലാസ്സിൽ എന്തായാലും സ്റ്റീൽ ബൗളുകളിൽ വെക്കാം. ഓരോരോ ഡിഷുകൾ അതായത് ഷേപ്പിൽ കിട്ടും. ഇപ്പൊ ആദ്യത്തെ ഒരു മോൾഡ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഉപയോഗിച്ച് അത് ഇനി എടുത്തെടുത്ത് പോയി. ഇത് പക്ഷെ നല്ല മോൾഡാണ്, അങ്ങനെ വിട്ട് പൊട്ടി പോരൂല. നല്ല ഇതായിട്ട് തന്നെ ഇത് കിട്ടും. സെക്കൻഡ് ട്രിപ്പ് മേടിച്ച മോൾഡായിരുന്നു. ഞാനിവിടെ ഗ്രേപ്പ് ഐസ് സ്റ്റിക്ക് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ. ഈ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി സ്റ്റിക്കാക്കിയേക്കണം. നല്ല ടേസ്റ്റാ. അമ്മ തന്നെ ഇതിക്കടെ നടക്കണേ. വെയിലത്തൊന്ന് മാറി ഇന്നോട്ടോ. ഇതുവരെ അമ്മ ഉണക്കാൻ പറ്റില്ല. ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും എടുക്കണില്ല. സ്റ്റീലിന്റെ സംഗതിയല്ല, അത് ഉണക്കി വെക്കണം. അല്ലെങ്കിൽ അതിൽ തുരുമ്പ് ഇതൊക്കെ കയറി കഴിഞ്ഞാൽ അത് വെള്ളം പോയോ നോക്കട്ടെ അകത്തെ. ഫിൽറ്റർ കോഫി മേക്കർ ഇങ്ങനെ മലർത്തി വെക്കാം. കമത്തി വെക്കുമ്പോൾ വെള്ളം വലിഞ്ഞു പോകും. അകം ഒന്ന് ഡ്രൈ ആയിട്ട് വേണം എടുത്ത് വെക്കാം. ഫിൽറ്റർ കോഫി മേക്കർ ഇന്നലെ അവള് മേടിച്ചുകൊണ്ട് വന്നതാ. വൈകിട്ട് വന്നപ്പോ വൈകിട്ട് അതിനകത്ത് ഉണ്ടാക്കാം. നല്ല സാധനം ഉണ്ടാക്കാം. ഓക്കെ. ഇന്നലെ രാത്രി മഴ പെയ്തെങ്കിലും ചെടികൾക്കൊക്കെ ആ ഒരു വെയില് വീണ്ടും വന്നു തുടങ്ങി. നീ എന്നോട് പറഞ്ഞില്ലേ വെള്ള ബൊഗൈൻവില്ല കട്ട, ആ ഇല നിറച്ചു പൂവായി. ഇപ്പൊ പൂവായില്ല. പക്ഷെ അതിന്റെ പൂവിനൊരു പ്രത്യേകതയാ, ദുർബലതയാ, ഒരു ഭംഗി കുറവുണ്ട്. അതായത് പ്യുവർ വൈറ്റ് അല്ല, പിങ്കും കൂടെ ചേർന്ന. പ്യുവർ വൈറ്റ് ആണെന്ന് ഓർത്താ എടുത്തത്.
ഇത് പ്യുവർ വൈറ്റാ. ആ അത് പ്യുവർ വൈറ്റാ. പുതിയ ഫ്രഷ് ഉണ്ടായി. കൊമ്പ് വെട്ടിയിട്ട് തളിര് വന്നിട്ടുണ്ട്. പൂക്കുവെന്ന് അറിയണം, ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ വെട്ടും. ഇതില് പൂക്കളായി തുടങ്ങി. വേറെ പൊഴിഞ്ഞു പോയി മഴ വന്നു. കയറിപ്പോ എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല ഫ്ലേവറിലുള്ള ഐസ് സ്റ്റിക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയത്ത് ഡേ ടൈമിൽ കേട്ടോ, അല്ലാത്തപ്പോഴും നമുക്ക് പറ്റില്ലല്ലോ, ജോലിയുള്ളപ്പോഴും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഡേ ടൈമിൽ സൺഡേ ഒക്കെ പ്രത്യേകിച്ച് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പല ഫ്ലേവറിലുള്ളത് ഞാൻ സാറ്റർഡേ നൈറ്റ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഗ്രേപ്പ് നല്ലതായിരുന്നു. ഗ്രേപ്പ് വേവിച്ചിട്ടൊക്കെയാണ് ഞാനത് ഉണ്ടാക്കിയത്. അത് നല്ലതായിരുന്നു. പക്ഷെ അപ്പം അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗ്രേപ്പ് ഫ്ലേവർ. ലെമൺ ഫ്ലേവർ നല്ലതായിരുന്നു. ഞാൻ ഗ്രേപ്പിൻ്റെ ഐസ് ഉണ്ടാക്കി. ഇതിപ്പോൾ ലെമണേഡാണ് കേട്ടോ. ഇതും നല്ല രസമാണ്, വെരി ടേസ്റ്റി. ഈ സമ്മർ സീസണിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ ഐസ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഏത് ഫ്ലേവർ വെച്ചിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ലൈം ജ്യൂസ് ഇല്ലേ, ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഐസായിട്ട് കഴിക്കാമല്ലോ, നല്ല രസമല്ലേ. ഇതുവരെ പരീക്ഷിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂ കാപ്പി ഉണ്ടാക്കിയില്ലേ, അതേപോലെ ഉണ്ടാക്കിയിട്ട് അത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ഐസ് സ്റ്റിക്കിനകത്ത് ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ ബ്രൂ ഐസ് സ്റ്റിക്ക് കിട്ടും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ ലെവലായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കോൾഡ് കോഫിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയില്ലേ സേമിയൊക്കെ ചേർത്തിട്ട്, അതിൽ നിന്ന് കുറച്ച് ബാക്കി വന്നത് ഈ ഐസ് സ്റ്റിക്കിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു, അതും എനിക്കിഷ്ടമായി. അങ്ങനെ പല പല ഫ്ലേവേഴ്സിൻ്റെ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് നമുക്ക് പരീക്ഷ നോക്കാമല്ലോ. അമ്മയുടെ കരവിരുതായിരിക്കും. പണിസ്ഥലത്ത് പോയേച്ച് 12 മണിയാകുമ്പോ കയറി വന്നേച്ചാണ് പാലും വെജിറ്റബിൾ മേടിക്കാനൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പൊ വല്യപ്പ വിളിച്ചു പറഞ്ഞു ചക്കപ്പഴ ഇരിപ്പുണ്ട്, നീ ഇവിടെ ഉണ്ടല്ലോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ വരിക്ക ചക്കപ്പഴ ബഡ് പ്ലാവിന്റെ. അപ്പൊ അതൊക്കെ എടുക്കാൻ പോയ സമയത്ത് നെറ്റിക്ക് ഇടുന്ന ആ ഷർട്ട്, വേറെ നെറ്റി ഇടുന്ന ഷർട്ട് ബ്ലാക്ക് ചക്കി ഇരിപ്പുണ്ട് ഇവിടെ. ആ ഷർട്ട് അപ്പ എന്നോട് പറഞ്ഞു ഇപ്പൊ കഴുകരുത്, കൊടയുടെ മുകളിൽ ഞാൻ ഇട്ടോളാം, വരുമ്പോ വേർപ്പൊക്കെ അത് ഉണങ്ങിയിരിക്കും, ഉച്ച കഴിഞ്ഞ് വീണ്ടും പറമ്പിലേക്ക് പോകില്ലേ, പിന്നെ നാളെ വേറെ ഷർട്ട് ഇടും. അന്നേരം നാളെ ഇനിയിപ്പോൾ സൺഡേ ആയി, സൺഡേ ഈ ഷർട്ട് കഴുകും, ഇല്ലെങ്കിലും ഒന്നരാടെ കഴുകുള്ളൂ. ഒരു ദിവസം ഇട്ട് കഴിയുമ്പോൾ അത് മാറ്റിയിടും, പിറ്റേ ദിവസം മറ്റേ ചെക്കിടും. അന്നേരം ഇത് കഴുകി റെഡിയാക്കി കൊടുക്കും. വേർപ്പല്ലേ ഭയങ്കര. ഇനിയിപ്പോൾ പിന്നെ ഗേറ്റിൻ്റെ പരിപാടിയുള്ളൂ, അപ്പം സമാധാനമാവും. പിന്നെ അകത്താ പണി പൊടി. ഇനി റിലാക്സിംഗ് ആണോ? അതെ റിലാക്സിംഗ് ആണ്. നോക്കുക ഒരാൾക്കേ മെസ്സേജ് കൊടുക്കാനുണ്ടാവും. നമ്മുടെ സുസൈൻ കുട്ടി സാരി കൊടുത്ത പടം നമുക്ക് മെസ്സേജ് കൊടുക്കാൻ അവക്കടെ വാട്സപ്പ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാ ഞാൻ. നമുക്ക് എടുക്കട്ടെ, ഇങ്ങനെ എടുക്കാൻ എനിക്കറിയാവുള്ളതാ.